ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രോവേർട്ടായ ആളുകളെ നമ്മുടെ സമൂഹം എത്തരത്തിലാണ് നോക്കി കാണുന്നത് എന്നതിനെക്കുറിച്ചും സോഷ്യൽ മീഡിയകളിലെല്ലാം സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ ഇൻട്രോവേർട്ടായ ആളുകളെക്കുറിച്ച് എത്തരത്തിലാണ് വർണ്ണിക്കുന്നത് എന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതായത് റിയൽ ലൈഫിലും ഇൻട്രോവേർട്ടായ ആളുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മുടെ സമൂഹവും ചുറ്റുപാടും ഇൻട്രോവേർട്ടായ വ്യക്തികളെ വളരെ മോശം കാഴ്ചപ്പാടിലൂടെയാണ് നോക്കിക്കാണുന്നത്. ഒരു മോശം ചിന്താഗതി, മനോഭാവം വെച്ചു പുലർത്തിക്കൊണ്ടാണ് പലരും നമ്മുടെ സോഷ്യൽ ലൈഫിൽ ഇൻട്രോവേർട്ടായ ആളുകളോട് പെരുമാറുകയും അത്തരക്കാരെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. ഇത്തരത്തിലൊരു മുൻ ധാരണയോടെ ഇൻട്രോവേർട്ടായ ആളുകളെ നോക്കി കണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കാണുന്ന നമ്മുടെ സമൂഹവും അതിൽ നിന്നും നേരെ വിപരീതമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളും ഇൻഫോർമേഷൻസും എല്ലാമാണ് നമുക്ക് സോഷ്യൽ മീഡിയകളിൽ നിന്നും ലഭിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ പലരും കൺഫ്യൂസ്ഡ് ആണ്. അതായത് പല കഴിവുകളും ഉണ്ടായിട്ടും ആരും പരിഗണിക്കാത്ത അല്ലെങ്കിൽ യാതൊരു കഴിവുമില്ലാത്ത ഒരാളെ അമിതമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇൻട്രോവേർട്ടായ ആളുകൾക്ക് യാതൊരു രീതിയിലുമുള്ള പരിഗണനയോ വാല്യുവോ മറ്റുള്ളവർ നൽകാറില്ല. കാരണം ഇൻട്രോവേർട്ടായ ആളുകൾ മറ്റുള്ളവരിൽ നിന്നും അകന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാനോ മറ്റുള്ളവരുമായി കണക്ഷൻ ബിൽഡ് ചെയ്യാനോ സാധിക്കാത്ത, ഒന്നിനും കഴിയാത്ത വ്യക്തികളായിട്ടാണ് മറ്റുള്ളവർക്കിടയിൽ കാണപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ഇൻട്രോവേർട്ടായ ആളുകളെക്കുറിച്ച് ഒരു മുൻധാരണ മറ്റുള്ളവർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറ്റാനോ തിരുത്താനോ ആർക്കും സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ പലരെയും ട്രിഗേർഡ് ആക്കാനും അവരിൽ ദേഷ്യമുണ്ടാകാനും കാരണമായേക്കാം. അതായത് സമൂഹം അന്ധമായി വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ലേബൽ ചെയ്തു വെച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ, ഒന്നിനും സാധിക്കാത്ത, ഒന്നിനും കഴിയാത്ത, ആരോടും സംസാരിക്കാൻ ധൈര്യമില്ലാത്ത, ആഘോഷങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കാൻ മടിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ അവർ കഴിവുള്ളവരാണെന്നും അവർക്കും പലതും നേടിയെടുക്കാനും സ്വന്തമാക്കാനും സാധിക്കുമെന്നും പല കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാൾ അവർക്ക് പ്രാവീണ്യം കൂടുതലാണെന്നും അറിയുമ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. അതായത് ഇത്തരം ചിന്തകൾ, ഇത്തരം അറിവുകൾ അവരുടെ മുൻ ധാരണകളെയും വിശ്വാസങ്ങളെയും തച്ചുടയ്ക്കുന്നതാണ്. ഇത് അവരെ ട്രിഗേർഡ് ആക്കുകയും അവരെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യും. അതായത് ഒരുപാട് ഇൻട്രോവേർട്ടായ, അന്തർമുഖരായ സയൻറ്റിസ്റ്റുമാരും ഫിലിം ആക്ടേഴ്സും എഴുത്തുകാരും ഇത്തരത്തിൽ പല മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ള വലിയ ആളുകൾക്കിടയിൽ ഈ അന്തർമുഖത്വം അവരുടെ വലിയൊരു ക്വാളിറ്റി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ കഴിവുകളെയും അവരുടെ ക്വാളിറ്റീസിനെയും കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിച്ചു. ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും മാറ്റിയെടുക്കാനും ഇൻട്രോവേർട്ടായ ആളുകളെക്കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കാനും ഇത് സഹായിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ കഴിവുകളെ തിരിച്ചറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അവരിലെ ക്വാളിറ്റീസിനെ മനസ്സിലാക്കുന്നതിന് പകരം അവരിലെ കുറ്റങ്ങളെ മാത്രം കാണാൻ ശ്രമിക്കുന്ന, അതിനെ മാത്രം ആഘോഷമാക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നൊരു ചിന്താഗതി മാത്രമാണ് ഇൻട്രോവേർട്ടായ ആളുകൾക്ക് യാതൊരു രീതിയിലും ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നും അവർക്ക് യാതൊരു രീതിയിലും സോഷ്യൽ ലൈഫിൽ എൻഗേജ്ഡായി ഇരിക്കാനോ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനോ ബെറ്ററായി മാറാനോ സാധിക്കില്ല എന്നുമുള്ള ചിന്താഗതികളുമല്ല. ഇത്തരം ചിന്താഗതികളെ മാറ്റിയെടുക്കാനും അല്ലെങ്കിൽ അത്തരം ചിന്താഗതികൾ തെറ്റാണെന്ന് മനസ്സിലാക്കാനും സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരം ഇൻഫോർമേഷൻസ് നമ്മളെ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ നിന്നുമുണ്ടാകുന്ന ഇത്തരം പ്രഷറുകൾ, പരിഹാസങ്ങളെല്ലാം പല ഇൻട്രോവേർട്ടായ ആളുകളെയും തളർത്തുകയും ഒരുപാട് മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. പല ആളുകളും അവരുടെ ലൈഫിൽ ഇത്തരം സാഹചര്യങ്ങളെ, ഇത്തരം വാക്കുകളെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഒരു പരിധിവരെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ പല ആളുകളും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും പരിഹാസവുമെല്ലാം യാഥാർത്ഥ്യമാണെന്നോ തനിക്കൊന്നിനും സാധിക്കില്ല എന്നോ താൻ ഒരു പരാജയമാണെന്നോ സ്വയം വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. സ്വയം വെറുത്തുകൊണ്ടും ഒന്നിനും സാധിക്കാത്തവനെന്ന ചിന്തയിലും മുഴുകിയിട്ടുണ്ടാകാം. അത്തരത്തിൽ ജീവിച്ചിട്ടുണ്ടാകാം. ഇത്തരത്തിൽ ഇൻട്രോവേർട്ടായ ആളുകൾക്കും മറ്റുള്ളവർക്കും നമ്മുടെ സമൂഹത്തിനും തിരിച്ചറിവ് നൽകുന്ന അവരുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ.
സോ യഥാർത്ഥത്തിൽ ഇൻട്രോവേർട്ടായ ആളുകൾ എന്താണെന്നും അവരുടെ കഴിവുകളെക്കുറിച്ചും ബലഹീനതകളെക്കുറിച്ചും മനസ്സിലാക്കാനായി സോഷ്യൽ മീഡിയാസും പല ഇൻഫോർമേഷൻസും പല പഠനങ്ങളും നമ്മളെയും നമ്മുടെ സമൂഹത്തെയും പഠിപ്പിക്കുന്നു. സോ എന്തു തന്നെയാണെങ്കിലും എല്ലാ വ്യക്തികൾക്കും കഴിവുകളും ബലഹീനതകളും ഉണ്ടായിരിക്കും. സോ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുകയും സോഷ്യൽ മീഡിയാസിൽ കാണുന്ന ഇൻട്രോവേർട്സായ ആളുകളുടെ കഴിവുകളിൽ മാത്രം വിശ്വസിക്കാതെ അവരുടെ പോരായ്മകളെ മനസ്സിലാക്കുകയും അതിനെ തിരുത്താനും ശ്രമിക്കുക. എല്ലാവർക്കും പോരായ്മകളുണ്ടെന്ന സത്യം മനസ്സിലാക്കുക. അതിനെ മാറ്റാനും തിരുത്താനും വേണ്ടി പ്രയത്നിക്കുക.